ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്സിലും ദൂരത്തും ചാരത്തും ഇരുന്നു എന്നെ കേൾക്കുന്ന ദേവദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാ വ്യക്തിഗതങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ, വിശുദ്ധ ബൈബിൾ പറയുന്നു. അവൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം അതോടുകൂടി നീങ്ങിപ്പോയി. കർത്താവ് അവനെ ഒരു പുതുതാക്കിയിരിക്കുന്നു. നിന്റെ പാപം എത്ര കടും ചുമപ്പായാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് ഈ വിശുദ്ധ ബൈബിൾ പറയുന്നു. ചെലന്തിയും പാമ്പിനെയും പഴുതാരെയും മൃഗങ്ങളെയൊക്കെ ദൈവമായിട്ട് കണ്ട് ആരാധിച്ച് നടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മണ്ണുകൊണ്ടും മരങ്ങൾ കൊണ്ടും ഒക്കെ കല്ലുകൊണ്ടൊക്കെ നിർമ്മിച്ച ദൈവങ്ങളെ സേവിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആ ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഒരു കയ്യിൽ ചോരയൊലിക്കുന്ന വാള്, ഒരു കയ്യിൽ മനുഷ്യൻ്റെ തല, നാക്ക് നീട്ടി ഇരിക്കുന്ന ദൈവങ്ങളെയാണ് ഞാൻ അന്ന് ആരാധിച്ചിരുന്നത്. ഇന്നേക്ക് 24 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുവാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. ജീവനുള്ള ദൈവത്തെ കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. എൻ്റെ വൈഫിന്, ഞാൻ നേരത്തെ എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പലരും അറിയാൻ വയ്യാത്തവരുണ്ട്, അതിനുവേണ്ടി ഞാൻ പറയുകയാണ്. ലൈവിലൂടെയൊക്കെ കേൾക്കുന്നവരൊക്കെ അറിയാൻ വേണ്ടി പറയുകയാണ്. എൻ്റെ വൈഫിനൊരു അസുഖം വന്നു. ഞാൻ ഇവിടെ ഹോസ്പിറ്റലുകളിലെല്ലാം കൊണ്ടുപോയി. പത്തനംതിട്ട, അന്നത്തെ കാലത്ത് പത്തനംതിട്ട, അവിടെ എവിടെയെല്ലാം കൊണ്ടുപോയി. പത്തനംതിട്ട ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സെബാസ്റ്റ്യൻ ഡോക്ടറായിരുന്നു അവളെ ചികിത്സിച്ചുകൊണ്ടിരുന്നത്. ഡോക്ടർ മരുന്നുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തു, അവരെ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. ലാസ്റ്റിൽ എന്നോട് പറഞ്ഞു, സഹോദര, ഞങ്ങളെ കൊണ്ട് ഇനിയും ഒക്കത്തില്ല ഈ അസുഖത്തിന് ചികിത്സിക്കാൻ, ഞങ്ങൾ മാറിയിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വളരെ വിഷമിച്ച് ഇനി പോന്നു. തിരിച്ചു വരുന്ന വഴിക്ക് 1-2 അമ്പലങ്ങളിലൊക്കെ കയറി നേർച്ചകളും കാഴ്ചകളും ഒക്കെ നടത്തി ഇനി പോന്നു. വീട്ടിൽ വന്നിട്ടും രോഗങ്ങളൊന്നും കുറവില്ല. ആ സാഹചര്യത്തിലാണ് ഞങ്ങളുടെ ദേവദാസൻ സാംപാസ്റ്റർ ഈ ദേശത്തെ സുവിശേഷമായി കടന്നു വന്നത്. ഇങ്ങനെ ഞങ്ങൾ വയ്യാഴിക ഒക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ദേവദാസൻ വന്നു പ്രാർത്ഥിച്ചിട്ട് ദൈവവചനങ്ങളൊക്കെ പറഞ്ഞു, യേശുക്രിസ്തു സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി ദേവദാസന്മാർ പ്രാർത്ഥിച്ച്, ദൈവമക്കളും പ്രാർത്ഥിച്ച് അവൾക്ക് ഒരു സൗഖ്യം കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ വിശ്വാസ ജീവിതത്തിൽ വരുന്നത്. എൻ്റെ മകൻ അന്ന് കൊച്ചി ഇറക്കണ ചെറിയ ഇത്രയേ ഉള്ളൂ. അവന് വർത്തമാനങ്ങളൊക്കെ പറയും, 1-ലോ 2-ലോ കണ്ട് പഠിക്കുക. അന്ന് അവൻ്റെ അമ്മയോട് എന്ന് ചോദിച്ചു, അമ്മേ, ഈ പ്രാർത്ഥിച്ച അസുഖം മാറാൻ എവിടാണ് പോയി പഠിക്കേണ്ടതെന്ന് കുഞ്ഞ് ചോദിക്കുക. ആ മകനാണിപ്പം UK ദൈവത്തിൻ്റെ വേല ചെയ്യുന്ന കുടുംബവും. ദൈവം ഞങ്ങളെ ഇത്രത്തോളം നടത്തി പരിപാലിച്ചു. പലരും നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ ചെയ്തു, എങ്കിലും ഞങ്ങളതൊന്നും കാര്യമാക്കിയില്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അറിയാവുന്ന വ്യക്തിഗതങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പോഴും എന്നെ അറിയാവുന്ന വ്യക്തിഗതങ്ങളുണ്ട്. ഇന്നത്തെ എൻ്റെ സാഹചര്യങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യങ്ങളില്ല. എല്ലാ ദൈവമക്കൾക്കും നാട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ തുകയൊക്കെ മുടക്കി സുവിശേഷം വേല ചെയ്യുന്നത്, ഈ ദേശത്ത് സുവിശേഷം അറിയിക്കുന്നത് പാപികൾ മാനസാന്തരപ്പെടുവാൻ വേണ്ടിയാണ്. ഒരു പാപി രക്ഷപ്പെട്ടാൽ വിശുദ്ധ ബൈബിൾ പറയുന്നു, ഈ ഭൂലോകത്തിനെക്കാട്ടിൽ വിലയുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ ആത്മാവ്. ഒരു പാവി രക്ഷപ്പെട്ടാൽ എത്ര പൈസ മുടക്കിയാലും അതൊന്നും ഒരു നഷ്ടമല്ല. പൈസകളൊന്നും കൂടുതലുണ്ടായിട്ടൊന്നുമല്ല. പലരും ഇപ്പം പറയുന്നു അവൻ്റെ പണക്കൊഴുപ്പ് കൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്, എടുക്കുന്നതൊക്കെ പലരും. അതൊന്നും നമ്മൾ വില പോകേണ്ട ആവശ്യമില്ല. ഈ 3 ദിവസത്തെ കൺവെൻഷൻ സമയത്ത് മഴയൊക്കെ, ഭയങ്കര മഴയൊക്കെ, പിന്നെ എനിക്ക് ഒരു ചഞ്ചലിപ്പും ഇല്ലായിരുന്നു. തക്ക സമയത്ത് മഴ പെയ്യത്തില്ലെന്ന് എനിക്കറിയാം, ഒരു ചഞ്ചലിപ്പില്ല. പക്ഷേ എൻ്റെ ദേവദാസൻ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ വളരെ പ്രയാസപ്പെട്ടു മഴക്കോളൊക്കെ കണ്ടപ്പോഴത്തേന്.
ഞാൻ പറയും എനിക്കിത് ചഞ്ചലിപ്പില്ലെന്ന് പറയും. ഇന്നും ഉച്ച കഴിഞ്ഞ് മഴ പെയ്തു, അന്നേരം എനിക്ക് ഒരു ചഞ്ചലിപ്പില്ല. സമയമാകുന്ന മഴ കാണത്തില്ലെന്ന് എനിക്കറിയാം. അന്നേരം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ദൈവമക്കളും ദൈവദാസന്മാരൊക്കെ കടന്നു വന്ന് ഈ പന്തലിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താലും നനയത്തില്ല. അവർ കടന്നു വരുന്ന സമയം വരെയും മഴ പെയ്യല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയം വരെ ഇതുവരെ മഴ പെയ്തിട്ടില്ല. അതുപോലെ ദൈവവേലയ്ക്ക് ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു, 2-3 ദേവദാസന്മാർ പോയി പരസ്യവും നടത്തുന്നു. അവിടെ വെച്ച് ഒരു ഞാഞ്ഞൂല് ഒരുത്തം കയറി വന്ന്, ഇവിടെ പാടാനൊക്കത്തില്ല, ഇവിടെ പ്രാർത്ഥിക്കാനൊക്കത്തില്ല, ഇവിടെ ദൈവവചനം പറയാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അവൻ്റെ കയ്യെ തൂക്കി എറിയാനുള്ളേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ ഗുരു പഠിപ്പിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. ഇന്നലെ അനിൽ പാഷയുടെ സാക്ഷ്യം പറഞ്ഞപ്പം പറഞ്ഞു, ദേവദാസന്മാരെ കണ്ടം വഴി ഓടിച്ച് ചള്ള വാരി എറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ദേവദാസന്മാർ ഓടി ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞു. ആ ദേവദാസന്മാർ തിരിഞ്ഞ് എന്ന് അനിൽ പാഷ അടിക്കുകയോ അല്ലെ ഓടിക്കുകയോ ചെയ്താൽ ഇന്ന് അനിൽ പാഷ ഇവിടെ ഒരു ദേവദാസനായിട്ട് ഈ വേദിയിൽ വരത്തില്ല. ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ട്. എല്ലാ ദൈവമക്കളും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾ 2 കുടുംബമായിട്ട് ദൈവവേല ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നപേക്ഷിച്ചുകൊണ്ട് ഇരുന്നോളും. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. വാത്സല്യ ഭവനം വളരെ ആത്മാർത്ഥതയോടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇത് മാത്രമല്ല വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. ചിറ്റാർ IPC ഫിലദൽഫിയ സഭയിലെ